ഹലോ, ഇന്നലെ നമ്മൾ ഡെപ്റ്റർ എന്താണെന്ന് നോക്കി. ഇന്ന് നമുക്ക് ക്രെഡിറ്റർ എന്താണെന്ന് നോക്കിയാലോ. ആരാണ് ക്രെഡിറ്റർ? ഹൂ ഈസ് എ ക്രെഡിറ്റർ? നമുക്കിതൊരു ഡെഫിനേഷൻ ത്രൂ നോക്കിയാലോ. ഇത് നോക്കിയേ, അവരുടെ ഡെഫിനേഷൻ കൊടുത്തിരിക്കുകയാണ്. എ ക്രെഡിറ്റർ ഈസ് എൻ എൻറ്റിറ്റി വിച്ച് ക്യാൻ ബി എ പേഴ്സൺ, ഓർഗനൈസേഷൻ ഓർ ഗവൺമെൻറ് ബോഡി ദാറ്റ് ഈസ് ഓഡ് മണി because it has provided goods or services to another entity. എന്താ പറയണേ? നമുക്കിത് സിമ്പിളായിട്ട് പറഞ്ഞു നോക്കിയാലോ. മറ്റൊരാൾക്ക് സാധനങ്ങളോ സേവനങ്ങളോ നൽകിയതിലൂടെ പണം തിരികെ ലഭിക്കാനുള്ള വ്യക്തിയെയാണ് നമ്മൾ ക്രെഡിറ്റർ എന്ന് പറയുന്നത്. നമുക്കൊരു എക്സാമ്പിൾ വെച്ച് നോക്കാം. നിങ്ങൾ അടുത്തുള്ളൊരു ഗ്രോസറി ഷോപ്പിൽ പോയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു എന്ന് വിചാരിക്കാം. പക്ഷെ വാങ്ങിച്ചത് കടമായിട്ടാണ്. പിന്നീടാണ് നിങ്ങൾ അവർക്ക് പൈസ കൊടുക്കുക. അപ്പോൾ ആ കടയുടമേനെ നിങ്ങൾ എന്തെന്ന് വിളിക്കും? ക്രെഡിറ്റർ എന്ന് വിളിക്കും. ഓക്കെ.